ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഓട്ടോ ബ്ലോഗ് ചാനൽ. അങ്ങനെ നമ്മുടെ ന്യൂ 2026 ഫേസ് ലിഫ്റ്റഡ് ബ്രസ ഒഫീഷ്യലി ജൂലൈ 24, 2026 ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിരത്തുകളിലേക്ക് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് ബുക്കിംഗ് ക്യാഷായിട്ട് അവർ 10,000 രൂപ മേടിച്ചിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസും അതിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് മാറ്റങ്ങൾ വന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അവര് ഇതിന് നല്ലൊരു പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വണ്ടി സാധാരണ 1 ലിറ്റർ ആയിട്ടുള്ള ഈ ഒരു വാഹനം വരുന്നില്ല. 1 ലിറ്റർ ടർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനായിട്ട് ഇത് വന്നിട്ടില്ലായിരുന്നു. 1 ലിറ്റർ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ വാഹനത്തിന്റെ പ്രൈസ്, നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ബേസ് മോഡലിന് 7.49 ലക്ഷത്തിന് എക്സ്ഷോറൂം ഇറങ്ങും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു 9 ലക്ഷത്തിനൊക്കെ ഇതിന്റെ ബേസ് മോഡൽ കിട്ടുകയാണെങ്കിൽ, ആദ്യം ഇത് 9.80 ഒക്കെ പോയത്, അപ്പൊ 80,000 രൂപ കുറഞ്ഞ 9 ലക്ഷത്തിനൊക്കെ ഇത് ബേസ് മോഡൽ നിരത്തുകളിൽ ഇറങ്ങുകയാണെങ്കിൽ ഈ വാഹനം എല്ലാവരും മേടിച്ചു കൂട്ടുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. കാരണം ഈ വാഹനം നമുക്കറിയാം, ഈ ഒരു കാറ് ബ്രസ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളുകളായിട്ട് നമ്മൾക്ക് പരിചയമുള്ള വാഹനങ്ങളാണ്. ഇത് 9 ലക്ഷത്തിന് കിട്ടുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ, നമ്മൾ സ്വിഫ്റ്റ് മേടിക്കാനും അതുപോലെ അൾട്രോസ് മേടിക്കാനും ബലെനോ മേടിക്കാനൊക്കെ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം എടുക്കും എന്നുള്ളതാണ് വസ്തുത. ഈ വാഹനത്തിന്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 10 ലക്ഷത്തിനുള്ളിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു 10,30,000 അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ, ഇതിനകത്ത് 9,49,000 എക്സ്ഷോറൂം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 10 ലക്ഷത്തിനുള്ളിൽ ഓട്ടോമാറ്റിക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഈ വാഹനം എടുക്കാൻ വേണ്ടി എനിക്കും ഒരു താല്പര്യം ഉണ്ടാകും സ്വാഭാവികമായിട്ടും. ഭാരത് എൻക്യാപ് റേറ്റിംഗിൽ 5 സ്റ്റാർ വന്നിട്ടുള്ള വാഹനമാണ്. അത്യാവശ്യം സ്പേസ് ഉള്ള വാഹനമാണ്. ഒരു SUV ലുക്ക് വരുന്ന വാഹനമാണ്. അത്യാവശ്യം വിസിബിലിറ്റി തരുന്ന വാഹനമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ വാഹനം ഒരുപാട് നമ്മുടെ നിരത്തുകളിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ്, ഇതിനകത്ത് പഴയ ഫേസ് ലിഫ്റ്റിൽ 2 ഫോട്ടോയും ഞാനിവിടെ മാറി മാറി ഇടാം. അപ്പൊ പഴയ ഫേസ് ലിഫ്റ്റിൽ നിന്നുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിനകത്ത് ഒരു പുതിയ ഗ്രില്ല് വന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ ബമ്പറിൽ, ഫ്രണ്ട് ബമ്പറിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയൊരു ഗ്രില്ല് വന്നിട്ടുണ്ട്. അതുപോലെ വിക്ടോറിസിന്റെ ആ ഒരു ഫോഗ് ലാമ്പ് അതുപോലെ ഇതിനകത്തേക്ക് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അലോയ് വീല്, ഒരു നല്ല രീതിയിലുള്ള ഒരു അലോയ് വീല് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്റീരിയറിലാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. കൂടാതെ ഇന്റീരിയറിൽ നമുക്ക് ഒരു വിക്ടോറിസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു AC നോബൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളോടെയാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും എഞ്ചിനിലുള്ള ഈ ഒരു 1 ലിറ്റർ ടർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിന് വന്നിട്ടുണ്ട്. 998 cc ആണ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സാധാരണ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇത് ഓൾട്ടോയിലും സെലോറിയിലും കാണുന്ന എഞ്ചിൻ അല്ല. ഈ എഞ്ചിന് പവർ കൂടുതലാണ്. എഞ്ചിന് 110 ഹോഴ്സ് പവർ, 5500 RPM വരുന്നുണ്ട്. അതുപോലെ 170 Nm ടോർക്ക് വരുന്നുണ്ട്. 6 സ്പീഡ് മാനുവൽ ആണ് ഈ വാഹനം വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് 1.5 ലിറ്റർ പഴയ എഞ്ചിൻ, 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും ഇതിനകത്തുണ്ട്. അപ്പൊ ഈ ഒരു വാഹനത്തിന് ഇത്തരത്തിലുള്ള ഒരു പ്രൈസിങ് അവർ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനം നമുക്ക് ഒരുപാട് പേര് ഈ വാഹനം എടുക്കും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഈ വാഹനത്തിന് പ്രമുഖമായിട്ടുള്ള കോമ്പറ്റീഷൻ വരുന്നത് ഹ്യുണ്ടായി വെന്യൂ, ടാറ്റ നെക്സോൺ, കിയ സോണറ്റ്, മഹീന്ദ്ര XUV3 XO, സ്കോഡ കൈലാക്ക്, അതുപോലെ മറ്റു വാഹനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇതിനകത്തൊരു ലാർജർ ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ വന്നിട്ടുണ്ട്. ഒരുപാട് ഇല്ലെങ്കിലും കുറച്ച് മാറ്റങ്ങളോടെ വരുന്ന ഈ വാഹനത്തിന്റെ പ്രൈസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ എടുക്കും എന്നുള്ള കാര്യത്തിന് ഷുവറാണ്. സോ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.